Alhamdulillahi Rabbil Alameen. Assalatu wassalamu ala ashrafil mursaleen wa ala alihi wa ashabihi ajma'in amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Wallahu yad'u ila daris salami wa yahdi man yasha'u wala siratin mustaqim. സ്നേഹമുള്ള എൻ്റെ മാന്യ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇസ്ലാം സ്വീകരിച്ച സ്ത്രീകളുടെ കൂട്ടായ്മയായ വിളക്കുമാടം നടത്തുന്ന ഈ പരിപാടിയിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തി എന്ന നിലയിൽ തൻ്റെ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ഖദീജ രൂപിത. വീട് പാലക്കാടാണ്. എൻ്റെ ജ്യേഷ്ഠന്മാർ, അച്ഛൻ, അമ്മ എന്നിവരടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഹിന്ദു മതവിശ്വാസിയായിക്കൊണ്ട് ജനിച്ചതുകൊണ്ട് തന്നെ ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ ഒരുപാട് ദൈവങ്ങളുടെ ഫോട്ടോകളും ബിംബങ്ങളുമുണ്ട്. അവയെല്ലാം തന്നെ വളരെയധികം അവയെല്ലാം ഞാൻ പേടിക്കുകയും അതേപോലെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പരീക്ഷാവേളകളിലും മറ്റ് സന്താപവേളകളിലുമാണ് ഞാൻ ദൈവത്തോട് ഒരുപാട് ഞാൻ അടുത്തിരുന്നത്. അപ്പോ ദൈവത്തെ പറ്റിയോ അല്ലെങ്കിൽ മതത്തെ പറ്റിയോ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളെ പറ്റിയോ വലിയ ഗൗരവമായി ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയോ അതിൻ്റെ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അമ്മയോടൊക്കെ ചോദിക്കുമായിരുന്നു, എന്തിനാണ് ഇത്രയും ദൈവങ്ങളുള്ളത്, ഒരു ദൈവം പോരെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പൊ അമ്മ പറയുമായിരുന്നു, ഒരു ദൈവമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവയുടെ അവതാരങ്ങളാണെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് ക്രിസ്ത്യാനികൾ സുവിശേഷവുമായി ഇറങ്ങുന്നത്. അവർ ഞങ്ങളുടെ വീടും സന്ദർശിക്കുന്നു. അപ്പോൾ തങ്ങളുടെ പാപങ്ങൾ സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് ക്രൂശീകരണത്തിന് വിധേയനായ യേശുവിനെ അവർ പരിചയപ്പെടുത്തിയപ്പോൾ വളരെയധികം ഇഷ്ടം തോന്നി. കാരണം അവിടെ പങ്കുചേർക്കാൻ ആരുമില്ല, യേശു മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർക്കൊരു ചർച്ചുണ്ട്. ആ ചർച്ചിൽ ഞാൻ പോകുമായിരുന്നു. അങ്ങനെ പോയപ്പോഴാണ് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ ഒരു പാസ്റ്റർ ഉണ്ട്, അതായത് പള്ളിയിൽ അച്ഛനുണ്ട്. അപ്പൊ പോകുന്ന എല്ലാവരെയും ഈ പാസ്റ്റർ ബൈബിള് വെച്ച് തലയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് നമുക്ക് നടക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെള്ളവും എണ്ണയും ഉണ്ടാവും. നമുക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അവിടെ തടവിയാല്, ആ വെള്ളവും എണ്ണയും കൊണ്ട് തടവിയാല് നമ്മുടെ അസുഖം മാറും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസമായിരുന്നു. അപ്പൊ തോന്നിയിട്ടുണ്ട്, ഈ പാസ്റ്ററും സത്യസായിബാബയും അങ്ങനെയുള്ള ദൈവങ്ങളും നമ്മൾ എന്താ വ്യത്യാസം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞില്ല. കാരണം ഞാൻ എൻ്റെ ആ ഒരു വിശ്വാസം കൊണ്ട് നീങ്ങി. പിന്നെ ബൈബിളൊക്കെ വായിച്ചപ്പോൾ ത്രിയേകത്വമൊക്കെ കണ്ടു. അതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നിന്റെ മേലെ പിശാച് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയുള്ള ഓരോ തോന്നലൊക്കെ വരുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് പിന്നെ ചോദിക്കാൻ പോയിട്ടില്ല. പക്ഷെ എനിക്ക് അവിടുന്ന് കാര്യം എന്താ മനസ്സിലായെന്ന് വെച്ചാൽ, പാവപ്പെട്ട ആളുകളാണ് അവിടെ കുറെ വരുന്നത്. അപ്പൊ പാവപ്പെട്ടവരുടെയും പണച്ചാക്കുകളായ ആളുകളുടെയും ജനങ്ങളായ അവരുടെ കയ്യിൽ നിന്ന് പരമാവധി പണം ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഈ പണം അവർക്ക് തന്നെ ദാനമായി നൽകിക്കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന സംഭവമായിരുന്നു അവിടെ നടക്കുന്ന. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു സംഭവങ്ങളൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഈ ഒരു വിശ്വാസം കൊണ്ടായിരുന്നു നടന്നിരുന്നത്. അതുപോലെ തന്നെ ഇസ്ലാം എന്നാൽ എന്താണെന്നോ മുസ്ലിം എന്നാൽ ആരാണെന്നോ മനസ്സിലാക്കാൻ എൻ്റെ നാട്ടിലൊരു നല്ലൊരു മുസ്ലിം കുടുംബം പോലും ഇല്ല. മുസ്ലിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും വെറും മുസ്ലിം നാമധാരികൾ മാത്രമാണ് അവര്. കാരണം ഞാൻ അമ്പലത്തിൽ പോവുകയും നേർച്ചയിടുകയും ചെയ്യുമ്പോൾ അവർ മക്കാമുകളിൽ പോകുന്നു, നേർച്ചയിടുന്നു. ഞാൻ ജോത്സ്യരുടെ അടുത്ത് പോകുമ്പോൾ പലയിടങ്ങളിൽ നിന്നായി അവരും ജോത്സ്യരുടെ അടുത്തേക്ക് വരുന്നു. ഞാൻ ബിംബത്തോടും പ്രതിമകളോടും പ്രാർത്ഥിക്കുമ്പോൾ അവർ മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. മുസ്ലിമും ഹിന്ദുവും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം എന്ന് എനിക്കവിടെ തോന്നിയിട്ടില്ല. പക്ഷേ സത്യമായി തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാം എന്നാൽ സമർപ്പണമാണെന്ന്, മുസ്ലിം എന്നാൽ അള്ളാഹുവിന് പരമാവധി സമർപ്പിച്ചവനാണെന്നും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഡിഗ്രി പഠന കാലയളവിലാണ്. കാരണം ഡിഗ്രിയിലാണ് എനിക്ക് നല്ല കൂട്ടുകാരികളെ കിട്ടുന്നത്. അവിടെ മുസ്ലിം കുട്ടികളാണ് ഒരുപാട് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പരിചയമുള്ള മുസ്ലിങ്ങൾ നമസ്കരിക്കാത്തവരാണെങ്കിൽ എൻ്റെ കൂട്ടുകാരികൾ 5 നേരത്തെ നമസ്കാരം മുടക്കാത്തവരായിരുന്നു. കാരണം കോളേജിൽ വന്നാലും അവർക്ക് നമസ്കാരത്തിന് സമയമായാൽ അവർ ആ സമയം കണ്ടെത്തി പ്രയർ ഹാളിൽ പോയി നിസ്കരിക്കുമായിരുന്നു. അതേപോലെ തന്നെ നുണ പറയേണ്ട അവസരങ്ങളിലാണെങ്കിലും
സത്യം മാത്രം പറഞ്ഞുകൊണ്ടും സത്യസന്ധത പുലർത്തിക്കൊണ്ടും വാക്ക് പറഞ്ഞാൽ മാറ്റാത്തതുമായ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ ഞങ്ങളൊക്കെ പണ്ട് പരമാവധി സൗന്ദര്യം പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം നമ്മളെ എത്രമാത്രം സൗന്ദര്യം ഉണ്ടെന്ന് മറ്റൊരു കാണിക്കണം, അത്രയും നമുക്ക് സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോ അങ്ങനെ ആ സമയത്ത് അവര് പറഞ്ഞത് ഞങ്ങളുടെ സൗന്ദര്യം ഞങ്ങൾക്ക് ഭർത്താവിന്റെ മുമ്പിൽ മാത്രമേ പ്രദർശിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ വളരെയധികം ഒരു ഇത് തോന്നിപ്പോയി. എന്താണ് ഇത്രമാത്രം ഉള്ളത് എന്നൊക്കെ തോന്നിപ്പോയി. ആ മതത്തിൽ ഇങ്ങനെയൊക്കെയാണോ പറയണതൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അവരിടയ്ക്ക് നമ്മളോട് ചോദിക്കും, നിന്റെ ദൈവത്തെ പറ്റി നീ ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ പറയും. പക്ഷെ ആ ടൈമിൽ നമ്മളിങ്ങനെ ഒപ്പിച്ച് പറയും, പക്ഷെ ഒരു മനസ്സിനൊരു തൃപ്തിയില്ലാത്ത തരത്തിലാണ് നമ്മൾ പറയല്. അപ്പൊ അവരിങ്ങനെ പറയുമെങ്കിൽ നമ്മൾ അതിന് ഒഴിഞ്ഞു മാറും. കാരണം നമുക്ക് അത്രത്തോളം പറയാനും മാത്രം ഇല്ല എന്നൊരു തോന്നൽ നമ്മൾ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒഴിഞ്ഞു മാറുമായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇയർ പഠിക്കുന്ന ടൈമിലാണ് എനിക്കൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായത്. ആ സമയത്താണ് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ മോക്ഷത്തിന്റെ മാർഗത്തിലേക്ക് എന്നെ നയിക്കുന്ന അത് കിട്ടുന്നത്. അതായത് ഒരു കടലാസ് തുണ്ട് കിട്ടുകയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രാർത്ഥനകൾ അടങ്ങുന്ന ഒരു കടലാസ് ഉണ്ട്. ആ കടലാസ് കൊണ്ട് വായിച്ചപ്പോൾ വളരെയധികം ഒരു വ്യത്യസ്തത തോന്നി. കാരണം ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നതല്ല അതിലുള്ളത്. നാളെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മിപ്പിക്കലും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. അപ്പൊ അതെനിക്ക് വലിയൊരു ഇത് തോന്നി. ഇതെന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ അവിടെയുള്ള ബുക്കുകളൊക്കെ എടുത്ത് ഞാൻ വായിച്ചു. അതൊന്നും അവൾ അറിയാതെയായിരുന്നു, ഞാൻ എന്റെ കൂട്ടുകാരി അറിയാതെയായിരുന്നു ചെയ്തത്. കാരണം അറിഞ്ഞാൽ വല്ലതും പറയുമോ എന്തെങ്കിലും ഇതാക്കുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയായിരുന്നു. പിന്നീട് 2-3 ദിവസത്തിന് ശേഷമാണ് ഞാൻ അവളോട് കാര്യം അവതരിപ്പിക്കണത്. കാരണം ഇതിനെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ വളരെയധികം സന്തോഷിക്കുകയും അപ്പൊ തന്നെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എന്റെ കെട്ടിപ്പുണർന്നുകൊണ്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ അതിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവൾ എൻ്റെ ഓരോ ചുവടുവയ്പ്പിലും എൻ്റെ കൂടെ നടന്ന് ഇസ്ലാമിനെ കുറിച്ച് തറമായി പഠിക്കാൻ തന്നെ സഹായിച്ചിരുന്നു. അതാണ് പിന്നീട് എന്നെ ഇതിലേക്ക് മാറ്റിയത്. പിന്നെ ഞങ്ങൾ ഷഹാദത്ത് ചൊല്ലി നമസ്കാരം തുടങ്ങി. ഡ്രസ് കോഡിൽ വ്യത്യാസം വന്നു. ഇതൊക്കെ വ്യത്യാസം വന്നു തുടങ്ങിയപ്പോൾ വീട്ടുകാർക്കും സംശയം തുടങ്ങി, ഇവളും അങ്ങനെ ആയി പോവുകയാണെന്ന്. പക്ഷെ കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് അതൊരു ഫാഷന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് നീങ്ങായിരുന്നു. അപ്പോൾ നമസ്കാരം തുടങ്ങിയപ്പോൾ വീട്ടിലേക്ക് പോകാൻ എനിക്ക് പിന്നെ താല്പര്യമില്ലാതെ, കാരണം വീട്ടിൽ പോയാൽ നമസ്കാരം നടക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വീട്ടിലേക്ക് ഞാൻ എപ്പോഴെങ്കിലും പോകുന്ന സമയത്താണെങ്കിലും രാത്രി ഒന്നായി നമസ്കരിക്കും. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പടച്ചോനെ പുറത്തിറണേന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കലാണ്. ഒന്നായി രാത്രിക്ക് ഇരുന്ന് അങ്ങനെ ചിലപ്പോൾ കിടന്നൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കല്. കാരണം പേടിയായിരുന്നു. മുസ്ലിം ആയതിനു ശേഷം നമസ്കാരം നിർബന്ധമാണല്ലോ എല്ലാവർക്കും. അപ്പോൾ നമസ്കരിച്ചില്ലെങ്കിൽ കുറ്റം കിട്ടുമല്ലോ എന്നുള്ളൊരു പേടി കൊണ്ട് നമ്മള് ഇതാക്കുമായിരുന്നു. പിന്നെയാണ് ഞാൻ അതെല്ലാം കഴിഞ്ഞ് കോഴ്സ് പൂർത്തിയായതിനു ശേഷം വീട് വിട്ട് വരുന്നത്. അങ്ങനെ വന്ന് ഞാൻ ഇവിടുത്തെ കോഴിക്കോട് സ്ഥാപനത്തിൽ ഒരു 3 മാസക്കാലം നിന്നു. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്ഥാപനമാണത്. അങ്ങനെ അവിടെ നിന്നപ്പോൾ എൻ്റെ വീട്ടുകാരെ ഞാൻ അറിയിക്കുകയും ചെയ്തു. അപ്പൊ വീട്ടുകാർ ദിവസം വരും, ആഴ്ചയ്ക്ക് ഒരു 3 പ്രാവശ്യമെങ്കിലും വരുമായിരുന്നു. 3-4 ഒക്കെ പ്രാവശ്യം വന്ന് എപ്പോഴും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. കാരണം അടിക്കാനോ കേസിനോ അങ്ങനെ ഒന്നും പോവാതെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിതാക്കാന്ന് പറഞ്ഞ് ഇതായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ സത്യം എന്റെ വീട്ടുകാർക്കും എനിക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നൊരു ഉദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീട്ടുകാരോട് പോയി ഒരു 3 മാസക്കാലം ഇരുന്നിരുന്നു. ആ 3 മാസക്കാലം എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, നമസ്കാരത്തിനാണെങ്കിലും നോമ്പൊക്കെ അവിടെയായിരുന്നു, അതിന് എല്ലാ സൗകര്യങ്ങളും എനിക്ക് അവിടെ ഒരുക്കി തരികയും അത്താഴത്തിന് ഫുഡ് എല്ലാം ആക്കി തരികയൊക്കെ ചെയ്യുന്നു. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അവർക്ക് അവരുടെ മകള് നഷ്ടപ്പെട്ടു പോവരുത് എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തത്. കാരണം മെല്ലെ മെല്ലെ മാറ്റിയെടുക്കാം എന്നുള്ള ഇതുകൊണ്ട്. കാരണം അവരുടെ മനസ്സിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ധാരണ തന്നെ തീവ്രവാദമാണ്, ഞാൻ ഏതോ ഒരു തീവ്രവാദത്തിനുള്ളിൽ പോയി പെട്ടിരിക്കുകയാണ് എന്നൊക്കെ ഉള്ളൊരു ധാരണ കൊണ്ട് അടിച്ചാലും ഇതാക്കിയാലും നമ്മൾ മാറൂല. അപ്പോൾ നല്ല സ്നേഹത്തോടെ തന്നെ മാറ്റാം എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു. പക്ഷെ പുറത്തു പോകുമ്പോൾ തല മറയ്ക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള പിന്നെ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ വീണ്ടും എനിക്ക് തോന്നി, ഞാൻ മനസ്സിലാക്കിയ സത്യം അവർക്ക് ഞാൻ അറിയിച്ചു കഴിഞ്ഞു. ഇതുകൊണ്ടാണ് ഞാൻ ആയതെന്നും ഞാൻ അറിയിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഈ സത്യം പുറത്തറിയാതെ മൂടി വെക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുകയും പിന്നീട് വീണ്ടും വീട് വിട്ട് ഇറങ്ങാൻ തയ്യാറാവുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് പിന്നെയും വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ പേരിലാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുമ്പോൾ എന്നെ പുറത്തൊന്നും വിടില്ലായിരുന്നു, ഒറ്റയ്ക്ക് വിടൂലായിരുന്നു ഈ അവസരത്തില്. പക്ഷെ പടച്ചവന്റെ അനുഗ്രഹം ശരിക്കും നമ്മൾ അനുഭവിച്ചറിയുന്ന സമയങ്ങളുണ്ട് ഓരോരോ ഇത്.
എന്താണെന്നറിയില്ല, എല്ലാവരുടെ കണ്ണിലും പൊടിയിട്ടുകൊണ്ട് ആ ദിവസം എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞു എന്നതാണ് ഒരു കാര്യം. കാരണം ഞാനത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നെ അവർ വിടുന്നോ, ഞാൻ അവിടുന്ന് പിന്നെയും പോരുമെന്നോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അന്ന് പഠിച്ചവന്റെ അനുഗ്രഹം അതുകൊണ്ട് മാത്രമാണ് പിന്നെയും എനിക്ക് വീട് വിട്ട് വരാൻ സഹായിച്ചത്. അപ്പോൾ എളാമന്റെ വീട്ടിലാണ് ഞാൻ ഇരുന്നിരുന്നത്. അപ്പോൾ എളാമ പറഞ്ഞു, നീ കോളേജിലേക്ക് പോണ വഴിയിൽ അമ്മ നിൽക്കും, അപ്പൊ അമ്മേനെയും കൂട്ടിയിട്ട് കോളേജിലേക്ക് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പോകുന്ന സമയത്ത് ബസ്സിൽ ഞാൻ കയറി പോണ ടൈമിൽ ഞാൻ അമ്മേനെ ഒന്ന് കണ്ടു. അവസാനമായിട്ടൊന്ന് കണ്ടതായിരുന്നു. കാരണം തന്റെ മകളെ ഇനിയും തന്നെ ചതിച്ചുകൊണ്ട് കടന്നു കളയോ എന്നുള്ള ആ ഭീതി നമുക്ക് മുഖത്ത് കാണാൻ കഴിയുമായിരുന്നു. നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അവരുടെ ആ മുഖത്തുള്ള അത്. എനിക്ക് നല്ല ഓർമ്മയാണ്, ഇപ്പോഴും നല്ല ഓർമ്മയാണ്. അങ്ങനെ ഞാൻ അമ്മനെ പിടിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുവന്നാലോ എന്നൊക്കെ ആ സമയത്ത് നമുക്ക് തോന്നിപ്പോയി. പിന്നെ പഠിച്ചവൻ ഉദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ പിന്നെ പോവുകയും തിരിച്ച് ഇങ്ങോട്ട് കോഴിക്കോട് തന്നെ വരികയും ചെയ്തു. ഇപ്പോൾ ഞാൻ വിവാഹിതയാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. ഇപ്പോഴും എൻ്റെ വീട്ടുകാർ എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒറ്റയ്ക്ക് തിരിച്ചു പോവാൻ, മകനെയും ഭർത്താവിനെയൊക്കെ വിട്ടിട്ട് തിരിച്ചു പോവാനായിട്ട് എന്നോട് പറയുമായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് ഇസ്ലാമിന്റെ ഇതിനെക്കുറിച്ച് അവർക്ക് അറിയിക്കാൻ അതിന്റെ എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു പോരണമെന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക, അവർക്ക് ഷഹാദത്ത് ചൊല്ലാനും ഹിദായത്ത് കിട്ടാനുമായിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഓരോ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.